ഹായ് ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാലു കാർത്തി 2353 ഇന്ന് നമ്മുടെ അല്ലുക്കുട്ടൻ്റെ ഒരു ഡേ മൈ ലൈഫാണ്. അവൻ്റെ ഇന്ന് ഒരു ടുഡേയിൽ അവൻ്റെ ഉള്ളതായിട്ടുള്ള കുറച്ച് റൊട്ടീൻസൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ആളിപ്പോൾ എണീറ്റേൻ്റെയാണ് ആ കാണുന്നത്. അച്ഛനും മക്കളും ഒക്കെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഞാൻ ആദ്യം തന്നെ ബെഡൊക്കെ എല്ലാം ഒതുക്കി എപ്പോഴത്തേനും ഒരാൾ ചാടി കയറി സ്കൂളിൽ പോകേണ്ട ആളാണ്. ചാടി ഒതുക്കി മേലേക്ക് കയറി കിടക്കുന്നത്. ഇനി അതിനെയൊക്കെ കുത്തി പൊക്കണം, ഇനി റെഡിയാക്കണം. എല്ലാം എണീറ്റ് പോയി. ഞാൻ കാർത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കും, എണീക്കടാന്ന്. എവിടെ ഒരു രക്ഷയില്ല. അവസാനം ഞാൻ തന്നെ എടുത്ത് പൊക്കി എണീറ്റ് മാറ്റേണ്ട അവസ്ഥയായിരുന്നു. അവരോട് ആലോചിച്ചിട്ട് മാറണുണ്ടായിരുന്നില്ല. രാവിലെ എല്ലാവർക്കും ഒരു ഉറക്കത്തിൻ്റെ ഒരു ചടവ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ സാധനത്തിന് പൊക്കിയെടുത്ത് പോയി പല്ല് തേക്കാനൊക്കെ എടുപ്പിച്ചുകൊണ്ട് പോയി. കുഞ്ഞാപ്പി വന്നേ പിന്നെ ഇവരെ കൊഞ്ചിക്കലൊക്കെ കുറവാട്ടോ. അങ്ങനെ പിന്നെ എല്ലാത്തിനും റെഡിയാക്കി വീട്ടിൽ ഒരു അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞാൻ ഇന്ന് കാർത്തിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയത് കേട്ടോ. അതിനായിട്ടുള്ള ഒരു റെഡിയായതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ജസ്റ്റ് ഒരു ടോപ്പും ഒരു ജീൻസും ഇട്ടത്. ഞാൻ ഒരുപാട് നാൾ അങ്ങനെ ഇടയ്ക്ക് കുഞ്ഞിനെ കൊണ്ടാക്കാറുള്ളൂ, എപ്പോഴും ഞാൻ വണ്ടി എടുക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ അവനെ കൊണ്ടാക്കുക. പിന്നെ അത് മാത്രമല്ല, അവനെ കൊണ്ടാക്കിയിട്ട് വേറൊരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ പോകുന്നത് കണ്ടിട്ട് അല്ലൂട്ടൻ അവിടെ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഈ അമ്മ എവിടെ പോവാന്നൊക്കെ ഓർത്തിട്ട്. അപ്പോഴത്തേനും ഞാൻ നോക്കുമായിരുന്നു അവനെ. അതിന് ശേഷം ആൾ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ നിൽപ്പുണ്ട് ആൾ. അപ്പം അച്ഛൻ്റെ കയ്യിലിരിക്കുമായിരുന്നു കേട്ടോ കുഞ്ഞ്. അവിടെ നോക്കുന്നത് കണ്ടോ. അതിനുശേഷം ഞാൻ പിന്നെ അവനായിട്ട് നേരെ സ്കൂളിൽ അവനെ ആക്കിയിട്ട് എനിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറണമായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ അല്ലൂട്ടൻ്റെ റാഗി തീർന്നിട്ടുണ്ടായിരുന്നു. വറുത്ത റാഗി ഓൾറെഡി ഇരിപ്പുണ്ട്. ഞാനിവന് മറ്റേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ നട്ട്സിൻ്റെയൊക്കെ ഫ്ലേവറുള്ള ഒരു റാഗിയുണ്ട്. അതവന് ഭയങ്കര ഇഷ്ടമാണ്. അവനത് നല്ലോണം കഴിക്കും കേട്ടോ. അവനതാണ് ഏറ്റവും കൂടുതൽ ഒന്നും കൂടി ഇഷ്ടം. സാധാരണ കൊടുക്കുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഈ റാഗിയാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും കൂടി സൂപ്പർ മാർക്കറ്റിൽ അധികം വരാറില്ല. കുട്ടേട്ടൻ തന്നെയാണ് സാധനങ്ങളൊക്കെ കൂടുതലും മേടിച്ച് തരാറ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഇത് എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ടിട്ടും അവരുടെ അവിടുത്തെ സ്റ്റാഫൊക്കെ പൊതുവെ എല്ലാവരും മഞ്ഞ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ദോൽ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ആ ചേച്ചി എനിക്ക് എടുത്ത് തന്നു. ഇതാണ് നമ്മുടെ റാഗി. ഇത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നല്ലതാട്ടോ, നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാട്ടോ അത്. അപ്പോൾ ആ കുഞ്ഞിനാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടമാണ് അവന്. പിന്നെ ഒരു പഞ്ചസാര എടുക്കണമായിരുന്നു. പിന്നെ പഞ്ചസാര എടുത്തു, ബില്ല് ചെയ്തു. പിന്നെ ഞാൻ അതേ സാധനവും മേടിച്ചുകൊണ്ട് ഞാൻ പിന്നെ അപ്പം തന്നെ പെട്ടെന്ന് ഇറങ്ങി. വീട്ടിൽ ചെല്ലാണ്ടേ. പിന്നെ കുഞ്ഞപ്പം ഇവിടെ നിൽക്കുകയല്ലേ. നമ്മുടെ മയിൽവാഹനം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നേരെ അത് കൊടുത്ത് വന്നപ്പോഴത്തേനും പുറത്തൊരാൾ ഉറക്കച്ചടവായിട്ട് ഇങ്ങനെ ഇരിക്കുക. വെളുപ്പിന് എണീറ്റതാൾ. എൻ്റെ കുട്ടേട്ടൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പുറത്തോട്ട് നോക്കി. പിന്നെ കുറച്ച് നേരം ഞാൻ അവനെ വിളിച്ചിട്ടൊന്നും മൈൻഡൊന്നുമില്ല, എന്നെ നോക്കുന്നില്ല, തിരിഞ്ഞു കളയുന്നു, കൊണ്ട് ചിരിക്കുന്നില്ല. അല്ലെങ്കിൽ വിളിക്കുമ്പോൾ തന്നെ ചിരിക്കുന്ന. പിന്നെ അപ്പം തന്നെ ഞാൻ കുട്ടേൻ്റെ നിന്ന് എടുത്ത് നേരെ റൂമിലേക്ക് കൊണ്ടുവന്നു. ഡ്രസ്സും പാമ്പേഴ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാത്രി കിടന്നതല്ലായിരുന്നോ, മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് നേരം അവനെ കളിപ്പിച്ചു. എന്നിട്ടും അവൻ്റെ മുഖത്തെ പരിഭവം കണ്ടോ. ഞാൻ വണ്ടിയെടുത്ത് പോയതിൻ്റെയാന്ന് തോന്നുന്നു. ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ ചിരിക്കുന്നവനെ. പെട്ടെന്ന് തന്നെ ഞാൻ പാമ്പേഴ്സൊക്കെ മാറ്റി നേരെ തന്നെ കുളിപ്പിക്കാനെടുത്തു. എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളുടെ ആ കുളി കഴിയുകയാണെങ്കിൽ പിന്നെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ആൾക്കും നല്ല ഉഷാറാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ തന്നെ പെട്ടെന്ന് അവനെ കുളിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവൻ ചിരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ കുട്ടേട്ടനും വീഡിയോ എടുത്തത്. കുട്ടേട്ടനും സൈഡിൽ ഇരുന്നുകൊണ്ട് അവനെ വിളിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാനായിട്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ കുട്ടികളൊക്കെ കരയാറുണ്ടല്ലോ, പക്ഷേ ഇവൻ അങ്ങനെ കരച്ചിലൊന്നുമില്ല കേട്ടോ. കാർത്തി ഇതുപോലെ ആയിരുന്നു. കാർത്തി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, പക്ഷേ ഇവൻ അങ്ങനെ കരച്ചിലൊന്നുമില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുളി കഴിഞ്ഞ് നേരെ റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എപ്പോഴും ആദ്യം തന്നെ ഞാൻ വൈറ്റമിൻ D3 കൊടുക്കാറുണ്ട് മോന്. അത് ഡോക്ടർ പറഞ്ഞ് 6 മാസം വരെയൊക്കെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ എന്നാലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഓൾറെഡി ബോട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ കൊടുക്കാൻ പറ്റുന്നത്ര ഞാൻ കൊടുക്കാമെന്ന് കരുതി. പക്ഷേ അവനതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. അവനെപ്പോഴും തുപ്പിക്കളയാറുണ്ടായിരുന്നു, മുഖം വലിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും ആൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പൊട്ട് തൊടുമ്പോൾ ആളിതിങ്ങനെ അനങ്ങാതെയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് പൊട്ട് സുന്ദരി നോക്ക് ഉറങ്ങ സുന്ദരിയുടെ മുടിയൊക്കെ ചെയ്യട്ടെ. സുന്ദരിയുടെ മുടിയൊക്കെ ചെയ്യട്ടെ. കണ്ണെഴുതാൻ പേടിയ.
കണ്ണെഴുതണോ? എന്നെ കണ്ണെഴുതണോ? എൻ്റെ കണ്ണെഴുതാൻ വീഴാത്ത ആൾക്കാർ കൊച്ചിൻ്റെ കണ്ണ് തോന്നുന്നു വീഡിയോ വേണ്ട. സോറി ഗൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടിട്ടല്ല. നോക്കിക്കോ, ഇതാണ് അവസ്ഥ. അവൻ കൈ തട്ടി മാറ്റി. എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര പേടിയാണ് ഗൈസ്. ഞാനൊരു കണക്കിലൊക്കെ എഴുതണം. ചിലപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞിൻ്റെ കണ്ണ് കുത്തിപ്പിടിക്കണം. അതുകൊണ്ട് നമുക്ക് പിന്നെ കാണാം. കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് അങ്ങോട്ട് ഉറക്കത്തിൻ്റെ ഇതായി. പിന്നെ നേരെ ഞാൻ പിടിച്ചങ്ങ് പാൽ കൊടുത്തു കിടത്തി ഉറക്കി. ആൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് തൊട്ടിലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ആദ്യം കണ്ടപ്പോഴൊരു തോന്നി, പക്ഷേ ആൾ നല്ല കംഫർട്ടബിൾ ആട്ടോ. പിന്നെ നേരെ അടുക്കളയിലേക്കാണ്. അടുക്കള ഒരുപാട് പണികളുണ്ട്. പിന്നെ ആദ്യം തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള റാഗി ഉണ്ടാക്കി വെക്കും. പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ മോനത് ഉണ്ടാക്കി കൊടുത്തേക്കാമല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ മേടിച്ചുകൊണ്ട് വന്ന പുതിയ പാക്കറ്റായിരുന്നു. സാധാരണ റാഗി എൻ്റെ കയ്യിൽ മറ്റേ വറുത്ത റാഗി ഇരിപ്പുണ്ട്, അതിൻ്റെ പൊടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് ഇടയ്ക്ക് മാറി മാറി ഞാൻ കൊടുക്കും. കുട്ടികൾക്കെല്ലാം എപ്പോഴും എല്ലാം ഒരേ ഇത് തന്നെ കൊടുക്കണമല്ലോ എന്ന് കരുതി രണ്ടും ഞാൻ മാറി മാറി കൊടുക്കും. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സാധാരണ 2 സ്പൂൺ എടുത്തിട്ടതിന് ശേഷം അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് വയ്ക്കും കേട്ടോ. അതുകൂടാണ്ട് ഞാൻ ഇവൻ്റെ എല്ലാം ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ വിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കാറ്റ് കയറി ഇതായി ഇങ്ങനെ കട്ട് പിടിക്കുമല്ലോ. അത് നമ്മളെല്ലാവരും ഓൾറെഡി അങ്ങനെയാണല്ലോ എല്ലാ സാധനങ്ങളെടുത്ത് അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പോൾ ഞാനത് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ റാഗിയിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ആദ്യം മിക്സ് ചെയ്യും. ഇത് നല്ലോണം മിക്സ് ചെയ്യും. ചിലപ്പോൾ ഇതിന് കട്ട പോലെ കിടക്കുമല്ലോ. അപ്പോൾ അത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ഓൾറെഡി കൽക്കണ്ടം കേട്ടോ ഞാൻ അവനിടുന്നത്. ചിലപ്പോൾ ഈ പനങ്കൽക്കണ്ടും ഇട്ട് കൊടുക്കും, സാധാ നോർമൽ കൽക്കണ്ടും ഇട്ട് കൊടുക്കും. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൽക്കണ്ടം കേട്ടോ. പനങ്കൽക്കണ്ട് ഉണ്ടായിരുന്നോ തീർന്നു. ഇപ്പം ഞാൻ നോർമൽ കൽക്കണ്ടാണ് ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ട് നേരെ ഓൾറെഡി ഗ്യാസിലേക്ക് വെച്ച്. എന്നിട്ട് ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലെടുത്തിട്ട് വേവിച്ച് നല്ലോണം കുറുകി വരാറാകുമ്പോഴത്തേക്കും ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കും. അങ്ങനെ ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ അവനും ഓൾറെഡി അത് എനിക്കൊരു നല്ലൊരു ഇതുണ്ടോ, ഓൾറെഡി അത് പെട്ടെന്ന് ഇതാവും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും പെട്ടെന്ന് ഇതായിട്ട്. അതുകൊണ്ട് മോൻ്റെ റാഗി റെഡി. പിന്നെ അവൻ എണീറ്റ് വരികയും ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ആയിട്ടുള്ള പണികളെല്ലാം ഞാൻ ചെയ്തു. അപ്പോഴത്തേനും നമ്മുടെ അല്ലുക്കൂട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇപ്പോൾ ടൈം ഒരു 12:30 1 മണി ആയിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പണികളെല്ലാം ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ എടുത്തു. പിന്നെ അവനായിട്ടുള്ള കുറച്ച് നേരം അവനെ കൊഞ്ചിക്കലും വിളിക്കലൊക്കെ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെയാട്ടോ അല്ലൂട്ടന് ഭക്ഷണം കൊടുക്കുന്നത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുന്നിട്ട് നമ്മൾ സാധാരണ അമ്മമാർ പണ്ട് കുഞ്ഞുങ്ങളെ കാലിരുത്തി ഇങ്ങനെ കിടത്തിക്കൊണ്ടൊക്കെ കൊടുക്കൂലായിരുന്നോ. ഞാനും അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അവനിപ്പോൾ എണീറ്റ് വരുമോ. എനിക്ക് കിടക്കുന്ന ഇപ്പോൾ ഇഷ്ടമില്ല. ഒന്നുകിൽ എടുത്തുകൊണ്ട് കിടക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇതുപോലെ ഇരുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളൂ. ഇപ്പം എൻ്റെ ഏക വലിയ ട്രിക്ക് ഇതാണ്. എനിക്ക് ആകെ പ്രഗ്നൻസി ടൈമിൽ കുട്ടേണ്ടത് ഓൺലൈൻ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ വഴി മേടിച്ചത്. പിന്നെ പ്രഗ്നൻസി പില്ലോ ഇല്ലേ, അതാണ് കേട്ടോ ഞാനിങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും തോന്നരുത്. അപ്പോൾ അത് അന്ന് ഞാൻ ഓർത്തിരുന്നു, ഈ സാധനം മേടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇനി യൂസ് ആവുമോ, ഇനി അപ്പോഴത്തെ ആ ഒരു പ്രയോജനം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തു. പക്ഷെ പിന്നീട് സത്യം പറയാമല്ലോ, അപ്പോഴത്തേക്കാൾ ഏറ്റവും കൂടുതൽ പ്രയോജനം എനിക്ക് ഇപ്പോഴാണ് ഉണ്ടായത്. കാരണം ഞാനിത് ആ സമയത്ത് അധികമൊന്നും കിടന്നിട്ടില്ല. ചില ദിവസങ്ങളിലൊക്കെ മാത്രമേ ഞാൻ കൂടുതലും കിടന്നിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ആ പില്ലോയിൽ കിടക്കാറുണ്ടായില്ല. കൂടുതലും കിടന്നിരുന്നത് എൻ്റെ ചേച്ചിയുടെ മക്കളും കാർത്തിയൊക്കെ വെക്കേഷന് വന്നപ്പോൾ അവരൊക്കെയാണ് കൂടുതലും കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഇതിപ്പോഴാണ് ശരിക്കും പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ ഇങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഞാനിതിൽ പിന്നെ നടുവിനൊക്കെ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഈ പില്ലോ ഉപയോഗിച്ച്. ഇപ്പം ഇതേ മോനെ കുറുക്ക് കൊടുക്കാനായി ഇപ്പം ഇങ്ങനെ ഇരുത്താനും അത് നല്ലൊരു ഉപകാരമാണ്. ആൾ പിന്നെ കുറുകൊക്കെ കുടിച്ചു. നല്ലൊരു ഓക്കെ ആയിട്ട് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക. അടുത്ത ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പ്. ആൾ ഓൾറെഡി അവനൊരു 4-5 നേരമൊക്കെ ഉറങ്ങും. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം ഉള്ളതാണ് ആൾക്ക്. സാധാരണ അങ്ങനെ ഉറങ്ങാറുള്ളതാണ്. പക്ഷേ ഇന്നെന്തോ അങ്ങനെ ഉറങ്ങിയില്ല. പിന്നെ ആളുടെ ഇടയ്ക്ക് ഒരു ടൈമിലും ഇങ്ങനെ പല പല മൂഡാണ് ആൾക്ക്. ഇപ്പോൾ കണ്ടോ, ചിലപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും, ചിലപ്പോൾ ഇതുപോലെ കമന്ന് കിടന്ന്. ഇപ്പോൾ ആളിപ്പോൾ ഇങ്ങനെ എണീറ്റ് ഇരിക്കാനുള്ള തയ്യാറെടുപ്പില്ല. നീന്തിയിട്ടില്ല ഇതുവരെയായിട്ട്. ആളിങ്ങനെ മുട്ടേ കുത്തി നിന്നിട്ട് ഇങ്ങനെ പുറകോട്ടാണ് നീങ്ങുന്നത്. ഞാൻ അതുകൊണ്ട് പേടിച്ച് കാല് വെച്ചിരിക്കുക. ഹാളിലൊക്കെ കിടത്തിയാൽ നല്ല രസമാണ് ആളുടെ കാട്ടായം കാണാനായിട്ട്.
ഇങ്ങനെ പുറകോട്ട് പോകും അവൻ. ഞാൻ കാർത്തിയായിരുന്നപ്പോൾ ഇങ്ങനെ പുറകോട്ടൊന്നും പോയി ഞാൻ കണ്ടിട്ടില്ല. അവൻ നേരെ ഓൾറെഡി ഇങ്ങനെ മുമ്പോട്ട് തന്നെ ഇങ്ങനെ നീന്തുന്ന ഞാൻ കണ്ടിരിക്കണേ. പക്ഷെ അല്ലൂട്ടൻ അങ്ങനെയല്ല. അല്ലൂട്ടൻ ഇപ്പോൾ ഇങ്ങനെ പുറകോട്ടാണ് പോകുന്നത് കൂടുതലും. അപ്പം ഇവിടുത്തെ അമ്മ പറയുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഇതാ ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അത് ശരിയാണ്. അവൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലെ കാലിങ്ങനെ മടക്കി വയ്ക്കും. നമ്മൾ ഈ ആനപ്പാപ്പനെ പുറത്ത് കയറുമ്പോൾ മടക്കി വയ്ക്കണം. ഈ ആനപ്പാപ്പൻ്റെ പുറത്തേക്ക് കയറാൻ ആന കാല് മടക്കില്ല. അതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവനിങ്ങനെ കയറാനെന്ന് ഇനി ഇരിക്കാൻ നോക്കാറുണ്ട്. അതിന് എപ്പോഴെങ്കിലും അവനിങ്ങനെ ഇരിക്കുന്ന ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം അതിങ്ങനെ പൊങ്ങുക ഇരിക്കുക ഇതൊക്കെ തന്നെ. പിന്നെ ആളെ എടുത്തുകൊണ്ട് ഞാൻ നൈസായിട്ട് പുറത്തേക്ക് പോയി. ആൾക്ക് പിന്നെ ഭയങ്കര ഇഷ്ടം ആൾക്ക് പുറത്തേക്ക് കറങ്ങി നടക്കാനൊക്കെ. അപ്പോഴത്തേനും ചേട്ടനൊക്കെ കഴിഞ്ഞ ദിവസം ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ അല്ലൂട്ടന് ഒരു ടോയ് മേടിച്ചിരുന്നു. ഈ സാധനം പണ്ട് കുട്ടിക്കാലങ്ങളിലൊക്കെ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. നമ്മളീ പഴയ സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ട് ഈ പ്രേംനസീറിൻ്റെ ഷീലാമ്മയുടെയൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടികളെ ഇങ്ങനെ കളിപ്പിക്കുന്ന ഈ സാധനം. പക്ഷെ കാർത്തിക്ക് ഈ സാധനം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. നല്ല രസമില്ല കിടന്ന് കാണിക്കുന്നതാണ്. പിന്നെ അമ്മയുടെ കയ്യിൽ അവനെ കൊടുത്തിട്ട് ഞാൻ അവനെ കാണിച്ചു കൊടുത്തു. ഞാൻ ഓർത്ത് അവന് ഇത് കാണുമ്പോൾ ഭയങ്കര വലിയ ചിരിയൊക്കെ ആയിരിക്കുന്നത്. എവിടെ അവൻ ക്യാമറയ്ക്കിട്ടാണ് നോക്കുന്നത് മൊത്തം. പിന്നെ നേരെ ഞാൻ അവനെ എടുത്തുകൊണ്ട് വന്ന് ഹാളിൽ കിടത്തി. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പൊസിഷൻ കണ്ടോ, കാല് മടക്കുന്നത് കണ്ടോ. അവൻ കാല് മടക്കി ഇനി ഇരിക്കാനായിട്ടുള്ള അവരിതാണ് കാണിക്കുന്നത്. നല്ല രസം. ആൾ കുറേ പ്രാവശ്യം ഇങ്ങനെ മുഞ്ഞും കുത്തി നെഞ്ചി അടിച്ചൊക്കെ വീഴും. ഞാൻ വീട്ടിൽ ഇരിക്കട്ടെ, ഇങ്ങനെയൊക്കെയല്ലേ കുട്ടികൾ, നമ്മളും അങ്ങനെയൊക്കെയല്ലേ വന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ വീഡിയോത്തിന് മുമ്പ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ആളുടെ ഇങ്ങനെ കിടക്കണതും ഇരിക്കണതും ഒക്കെ ഒരുപാടെന്ന് വെച്ചാൽ നമുക്കൊന്നും അന്നത്തെ കാലത്ത് നമ്മുടെ അമ്മമാർക്കൊന്നും ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ നമുക്കിത് ഇവർ വളർന്നു വരുമ്പോഴത്തേനും നമുക്കിത് കാണിച്ചു കൊടുക്കാമല്ലോ. അത് കണ്ടോ, ഇങ്ങനെയാണ് ആൾ ഇരിക്കാൻ നോക്കുക കണ്ടോ. ആ ഒരു കാല് മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് നേരത്തെ പറഞ്ഞതിൽ ആളിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് പേടിയുണ്ട്, എൻ്റെ കൈയാണ്, ഞാനിങ്ങനെ വീഴുമോ എന്ന് പേടിയുണ്ട് എനിക്ക്. കുഞ്ഞെങ്ങാനും കുത്തുമോ മോഹം ഇടിക്കുമോ എന്നുള്ള ടെൻഷനും ഉണ്ട്. അപ്പോൾ ആൾ തിരിഞ്ഞു നോക്കുക. ഞാൻ വിളിക്കുമായിരുന്നുണ്ട്, അല്ലൂട്ടാന്ന് വിളിക്കുമ്പോഴൊക്കെ തിരിഞ്ഞു നോക്കുന്നുമുണ്ട് ചിരിക്കുന്നുമുണ്ട്. എന്നിട്ട് അവൻ ശ്രമം നിർത്തുന്നില്ല, അവൻ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്. ആൾറെഡി കുറേയൊക്കെ വിഷമിക്കും കേട്ടോ, പാവം. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുട്ടിയേട്ടനാണ് ഞാൻ വിളിച്ച് കാണിക്കും, കുട്ടിയുടെ അങ്ങോട്ട് നോക്കിക്കോ എന്നൊക്കെ വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ ആൾ വിഷമിച്ച് ഇനി വയ്യ എനിക്ക്. എന്നാലും പോകുന്നതുകൊണ്ട് പുറകോട്ടേ പോകത്തുള്ളൂ. അപ്പോഴത്തേനും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് ഇവനായിട്ട് കളിപ്പിക്കലൊക്കെ ചേട്ടൻ്റെ പിള്ളേരാട്ടോ. അവരും പിന്നെ കാർത്തി എല്ലാം കൂടെ വന്നിരുന്ന് ഇവനായിട്ട് കളിപ്പിക്കലാണ് മൊത്തം. പിന്നെ ആളുടെ ഒരു ഇതായി. പിന്നെ ഞാൻ സന്ധ്യാസമയം ആകാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അവനിപ്പോൾ എടുത്തുകൊണ്ട് പോയി മേലൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അടുത്ത സന്ധ്യ നേരത്തെ ഒരു ഉറക്കമുണ്ട് ആൾക്ക്, ഒരു 6:45 അത് പിന്നെ ഒരു 7:30 വരെയൊക്കെ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഇടയ്ക്ക് എണീക്കും. എന്നിട്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി ഞാൻ പിന്നെ കുറുക്ക് കൊടുക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾ ആ മേലെഴുതിച്ചതിനെ പിന്നെ ഉറങ്ങിയിരുന്നു. എനിക്കപ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആൾ ഇച്ചിരി കരച്ചിലായിരുന്നു. അതുകൊണ്ട് പിന്നെ നേരെ അവൻ എണീറ്റതിന് ശേഷം ഞാൻ കുറുക്ക് കൊടുത്തു. ഇനി ആസ് യൂഷ്വൽ ഓൾറെഡി ഇനിയിപ്പോൾ പപ്പ വരും, പപ്പ ജോലി ചെയ്യുമ്പോൾ പപ്പയുടെ കയ്യിലായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ അല്ലൂട്ടൻ്റെ ഓരോ ദിവസവും ഓരോ റൊട്ടീൻസൊക്കെ ഇങ്ങനെയാണ് അല്ലൂട്ടൻസിൻ്റെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അല്ലൂട്ടൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കണേ, ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. അല്ലൂട്ടന് ഹാപ്പി. ഓക്കേ, ടാറ്റാ.